ഇതിന്റെ നെറ്റ്വർക്കും വർക്കർക്കും സംസ്ഥാന അവാർഡ് കിട്ടിയ രണ്ടുപേരാണ് അവാർഡ് കിട്ടിയ ആൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അടുത്തത് സ്വാഗതം ചെയ്യാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 2005 ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം പഞ്ചായത്തിന്റെ DRP ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലം. 2010 ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവുമ്പോ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹം 2015 പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ അംഗം. 2020 പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. എല്ലാവിധ സഹായങ്ങളും നൽകിയതിന് തട്ടയിൽ വാർഡ് കമ്മിറ്റിയുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അംഗമായിട്ട് ആദ്യമായിട്ട് വന്നതാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന അവാർഡ് നേടിയ ആ ജെ ടീച്ചർ തന്നെയാണ് ഇന്നും ഈ അംഗനവാടി കെട്ടിടത്തിന് വേണ്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആ ജെ ടീച്ചർ കഴിഞ്ഞ 2005 ഞാൻ പഞ്ചായത്ത് മെമ്പറാവുമ്പോഴും ഇവിടെ ടീച്ചറായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു പരാതി പോലും, ഒരു രക്ഷകർത്താവിന്റെ നിന്ന് ഒരു പരാതി പോലും കിട്ടാതെ, ഒരിക്കൽ പോലും ഒരു പരാതി പറയാത്ത ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഇവിടുത്തെ വർക്കർ ശ്രീ ജെ ടീച്ചർ. ആ ജെ ടീച്ചറെ സംബന്ധിച്ച് ജെ ടീച്ചറാണ് ഈ അംഗനവാടി കെട്ടിടം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരി. ഇതിന് കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഈ അംഗനവാടി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മങ്കുഴി വാർഡിൽ വിജയംപിള്ള ചേട്ടന്റെ വീട്ടിലാണ്. അതിനൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വിജയംപിള്ള ചേട്ടൻ വേണമെങ്കിൽ 1 വർഷക്കാലം കൂടെ നമുക്ക് തരും. പക്ഷെ അവിടേക്ക് കയറി പോകുമ്പോ, കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് കയറി പോകുമ്പോ പത്തനംതിട്ട ദേശീയപാതയുടെ ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ അംഗനവാടി കെട്ടിടം എത്രയും വേഗം നമ്മുടെ ഈ വാർഡിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും പോയി നിരന്തരം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഈ അംഗനവാടി കെട്ടിടത്തിന്റെ തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഏറ്റവും പ്രിയങ്കരിയായ ഈ അംഗനവാടി ടീച്ചർ ശ്രീ ജെ ടീച്ചർ. എനിക്ക് തോന്നുന്നത് ജെ ടീച്ചറിന് ഈ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടണമെന്നുള്ള കാര്യമാണ്. അന്ന്
ഹെൽപ്പറായിട്ട് നിന്ന ശ്രീ ശാന്ത ചേച്ചിയുണ്ട്. ശാന്ത ചേച്ചിക്ക് ഇപ്പൊ 2016, 2017 സംസ്ഥാന അവാർഡ് ശ്രീ ശാന്ത ചേച്ചിക്കും കിട്ടി. ഇവിടുത്തെ ഏറ്റവും നല്ല ഹെൽപ്പർക്കുള്ള അവാർഡ് കിട്ടി. ആ ടീച്ചറും ആ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ അംഗനവാടിയുടെ നെടുന്തൂണായ ശ്രീ അംഗനവാടി ടീച്ചർ ആദരണീയായ ശ്രീ ജെ ടീച്ചറിനെ യോഗസാധാരണമായ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ കുഞ്ഞുങ്ങളോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ശ്രീ സുജ മാഡത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. നമുക്ക് സ്വന്തമായി കെട്ടിടമില്ലാത്തത് 3 അംഗനവാടികളാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ആ 3 അംഗനവാടികളിൽ 2 അംഗനവാടികൾക്കും കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുക. അതിനുശേഷം ഇനി 1 അംഗനവാടി കൂടിയാണ് നമുക്ക് ഉള്ളത്. അതിന് സ്ഥലത്തിന്റെ അല്പം പരിമിതിയുണ്ട്. അതുകൊണ്ട് സ്ഥലം വാങ്ങി കെട്ടിടം വെക്കാനുള്ള പദ്ധതിയാണ് ഈ വർഷത്തെ പദ്ധതിയിലേക്ക് നാം രൂപം കൊടുക്കാൻ പോകുന്നത്. എല്ലാ അംഗനവാടികളിലും നന്നായി മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തി മനോഹരമാക്കി സ്മാർട്ട് ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന 3 ടയർ സംവിധാനങ്ങൾ രാഷ്ട്രീയത്തിനുപരിയായി മറ്റ് വേലിക്കെട്ടുകൾക്കുപരിയായി പരസ്പരം സംയോജിച്ച് നിന്നാൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ അംഗനവാടി. ചെറിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെ പൊതുവായ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള നമ്മുടെ ഇനിയും കെട്ടിടമില്ലാത്ത അംഗനവാടിയുടെ ഒരെണ്ണം കൂടിയാണുള്ളത്. അതുകൂടി പരിഹരിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണവും ഗ്രാമപഞ്ചായത്തോട് ചേർന്നാൽ മാത്രമേ നമുക്കതിന് കഴിയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് എനിക്ക് ജന്മഭൂമി അല്ലെങ്കിലും ജന്മഭൂമിയെപ്പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു നാടാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ജനങ്ങളും എന്നിൽ ചൊരിയുന്ന സ്നേഹവാത്സല്യങ്ങളും പലപ്പോഴും എന്നെ അക്ഷരാർത്ഥത്തിൽ വികാരഭരിതനാക്കി തീർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്യപ്രധാനമായ നഗരത്തിൽ നിന്ന് ഏതാനും നിമിഷം വിട്ടുനിന്ന് നന്മകളാൽ സമൃദ്ധമായി ഈ നാട്ടിൻപുറത്തെത്തുവാനുള്ള ഒരവസരം പോലും ഞാൻ പാഴാക്കാത്തത്. പുറം കഠോരം പരിശുഷ്കമൊട്ടുക്കുള്ളോ മൃദുസ്വാദ രസാനുവിധം നാടൻ കൃഷിക്കാരൊരു നാളികേര ഭാഗത്തിലാണ് ഇങ്ങനെ മിക്ക പേരും എന്ന കവിവചനമാണ് ഈ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയത്. ഏതായാലും ഒരു അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് മഹത്തായ ഈ വേദി, മഹത്തായ ഈ സദസ്സ് സാക്ഷ്യം വഹിക്കുക. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ വികേന്ദ്രീകൃത വികസനത്തിന്റെ വിജയഭേരി മുഴങ്ങുന്ന ഒരു മുഹൂർത്തമാണ് സമാഗതമായിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തില് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അംഗൻവാടികൾക്ക് നിർവഹിക്കുവാനുള്ളത്. ഒരു ശിശു ഒരു കുഴച്ച കളിമണ്ണ് പോലെയാണ്. ആ കുട്ടിയെ ഏത് തരത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. വാട്ട് സ്കൾപ്ചർ ഈസ് ടു എ ബ്ലോക്ക് ഓഫ് മാർബിൾ, എഡ്യൂക്കേഷൻ ഈസ് ടു ദ ഹ്യൂമൻ സോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമോ അല്ല. പ്രത്യുത ഒരുവനെ ജീവിക്കുവാൻ, ജീവിതായോധനത്തില്, ജീവിതമാകുന്ന യുദ്ധത്തിൽ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ, വിജയിക്കുവാൻ, അവനെ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ്, മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം. അവനിൽ ചെളി പുരണ്ട് കിടക്കുന്ന മാനുഷിക മൂല്യങ്ങളെ തെച്ചു മിനുക്കി അവനെ കാന്തിയും മൂല്യവും വാച്ചിടുന്ന വജ്രമാക്കി, വൈഡൂര്യമാക്കി, പവിഴമാക്കി, ഉത്തമ പൗരനാക്കി തീർക്കുന്ന മൂശയാണ് വിദ്യാഭ്യാസം. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുംതോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം.
പുറം കണ്ണ് തുറപ്പിപ്പാൻ പുലർവേളയിലെത്തുന്ന അംശുമാനെ പോലെ അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് കവി പറഞ്ഞതിന്റെ സാരാംശം മറ്റൊന്നല്ല. കളികളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, കളിയിലും ചിരിയിലും കൂടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കുക, അതാണ് അംഗൻവാടികളുടെ ആത്യന്തികമായ ലക്ഷ്യം. പാവക്കിടാവെ കിടത്തി കിളിങ്ങിന് തൂവളച്ചർത്തോടതിൻ തുടമേൽ അമ്മലർ കയ്യിന് താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും ശ്രീദക്ഷവാഹന ദാരുപ്രതിമയെ പൂതൂകി പൂജിച്ചതിന് മുന്നിൽ ദീർഘമാം മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാം ദേവിയായി മേവുകയും. അതാണ് വിദ്യാഭ്യാസം. അല്ലാതെ പാഠപുസ്തകങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്ന, പാഠപുസ്തകങ്ങൾ ചർവണം ചെയ്യുന്ന വിരസമായ പ്രക്രിയ അല്ല വിദ്യാഭ്യാസം. നൈനം ഛിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ഛേദം ക്ലേദയന്ത്യാപോ ശോഷയതി മാരുത എന്ന് വിദ്യാഭ്യാസത്തെ നിർവചിക്കുവാനുള്ള കാരണം മറ്റൊന്നല്ല. പച്ച മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ അഗ്നി നീറ്റാത്തതായി, കാറ്റണക്കാത്തതായി, അത്യുഗ്ര ശസ്ത്രവും ലേശമേൽക്കാത്തതായി, നിത്യരക്ഷായുധമൊന്നു നൽകിയില്ലയോ സത്യസാക്ഷാത്കാരം. എന്നാൽ പലപ്പോഴും ആ വിദ്യാഭ്യാസം മെക്കാളെ പ്രഭുവിന്റെ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന അങ്കണഭരണത്തിന്റെ ദുർഭഗ സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും തണ്ട് തപ്പികളായ വ്യക്തികളെ അനിസ്യൂതം പുറന്തള്ളുന്ന പുട്ടുകുറ്റിയായി അധപ്പതിക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ ദുരന്ധരന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. തൊഴിലിനോട് അനാദരം, തൊഴിലിനോട് അനാദരം. പെറ്റ മണ്ണിന്റെ മക്കളോട് പുച്ഛവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ നിവസിക്കുന്ന ഒരു പറ്റം കുട്ടി സായിപ്പന്മാരെയും കുട്ടി മദാമ്മമാരെയും സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല പ്രത്യുത മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ഛയുള്ള, അഭിനിവേശമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ അംഗൻവാടിക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാമ്പഴം എന്ന പ്രശസ്തമായ കവിതയിലെ ഏതാനും വരികൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപറം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത ഇടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനല്ലോ നിങ്ങൾ. അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മണ്ണിനെ സ്നേഹിക്കുന്ന മക്കളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായി ആധിപത്യത്തിൻ അനർഹർ നിങ്ങൾ. സത്യാസ്വഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ. സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുന്നു. അങ്ങനെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുന്ന മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള അപ്പരബ്രഹ്മം താൻ ഞാനെന്നു കൂറുന്നു രാപ്പകൽ എന്നോട് അന്തറിയാമി. അതാണ് മനസ്സാക്ഷി. ആ മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ അംഗൻവാടിക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി ആശിക്കുന്നു, ആശംസിക്കുന്നു. സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ്. Literacy is not the end of education, nor even the beginning of it. It begins with a mother's look. ഒരമ്മയുടെ കരുണാമസ്രമായ, സ്നേഹമസ്രമായ കടാക്ഷ വീക്ഷണങ്ങൾ. Mother's look. A father's nod of approbation. A sister's gentle brush of the hand. A brother's noble act of forbearance. ഇതെല്ലാം സമഞ്ജസമായി
സമ്മോഹനമായി സമ്മേളിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന പ്രശസ്തമായ അലഹബാദ് കൺവക്കേഷൻ അഡ്രസ്സിൽ നൽകിയ നിർവചനത്തെ സാധൂകരിക്കാൻ കഴിയുന്നത്. ആ മഹാന്റെ വാക്കുകൾ കടമെടുത്താൽ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം, മനുഷ്യത്വം, ടോളറൻസ്, സഹിഷ്ണുത, അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിന്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ്, ലലാട ഫലകത്തിലെ തിലകമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ കടമെടുത്താൽ, വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, എവിടെ നിർഭയമാകുന്നു മനസ്സം, എവിടെ നിർഭയമാകുന്നു മനസ്സം, ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ട കുലുങ്ങിയില്ലി കരളിന്നും. സുഗതകുമാരി ടീച്ചറുടെ വരികളാണ്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ട കുലുങ്ങിയില്ലി കരളിന്നും. ചതഞ്ഞ പത്തികൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പണിവൂ ഞാൻ. മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ. Where knowledge is without barriers. Where words come out from the depth of truth. Where tireless striving stretches its arms towards perfection. Where tireless striving, കഠിനമായ പരീക്ഷണം, കഠിനമായ പരിശ്രമം. പഠനമൊരു തപസ്യയാണ്. ഏത് തപസ്യയും വിജയിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം. കാകദൃഷ്ടി ഭഗത്യാനം ശ്വാന നിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം യതദ് വിദ്യാർത്ഥി ലക്ഷണം. ടു ദ ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക്. ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്ത് പാട്ടാണ് യഥാർത്ഥത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. അതുകൊണ്ട് ഇവിടെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, അവരെ ഉത്തമ പൗരന്മാരാക്കി തീർക്കുന്ന വിദ്യാഭ്യാസം, നാടിനെ നാട്ടാരെ സ്നേഹിക്കുന്ന മക്കളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുവാൻ ഇടയാകുമാറാകട്ടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതിന്റെ നാൾവഴികളെ സംബന്ധിച്ച് എല്ലാം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം തീർച്ചയായും സങ്കുചിതമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് നാടിന്റെ വികസനപരമായ പ്രശ്നങ്ങളെ അത് തുറന്ന മനസ്സോടുകൂടി നോക്കിക്കാണുകയും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം, 5 വർഷക്കാലം, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തീർച്ചയായും അത്തരമൊരു ചിന്തയിൽ ഈ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന്, ഈ വാർഡുമായി ചേർന്ന് ഒരു എളിയ പിന്തുണ നൽകാൻ നിങ്ങളൊക്കെ അംഗീകാരം നൽകിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ഭരണ സംവിധാനം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തുകൾക്ക് വളരെയേറെ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് ആ കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം, ഓരോ വർഷവും പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് മുഖേന ഗ്രാമപഞ്ചായത്തിന് എന്ത് സഹായം ചെയ്യാൻ കഴിയും, എന്ത് പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഗുണകരമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. ജില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് വിടണം എന്നുള്ളത് കൊണ്ട് അംഗനവാടിയിൽ വിടുന്നു എന്ന് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. ഇത് സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ കാണുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ഇടപെടുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സർക്കാർ സ്ഥാപനമാണ്. ഞാൻ വളരെ ഈ അടുത്ത സമയത്ത് ഒരു ICDSമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സിൽ, ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ് ഏതാണ്ട് 23-ലധികം രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. 23 അതിൽ ഒരുപക്ഷെ കൂടുതലും ഉണ്ടാകാം. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ അവൻ ജീവൻ വെക്കുന്ന കാലഘട്ടം മുതൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗനവാടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ
ശിലപാകുന്ന ഒരു മേഖല കൂടി സാർ ഇവിടെ സൂചിപ്പിച്ചു. ആ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവിടുമ്പോൾ അവൻ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അവന് ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടർ അല്ലെങ്കിൽ ആദ്യ അക്ഷരം പഠിച്ച് അവൻ ഇവിടേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ അംഗനവാടികളിൽ നിന്ന് ലഭിക്കുന്ന അവന്റെ അറിവുകൾ വളരെ വലുതാണ്. അവന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അംഗനവാടികൾ വലിയ സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെടാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഈ പഞ്ചായത്തിൽ 20 അംഗനവാടികൾ ഉള്ളപ്പോൾ ഒരുപക്ഷെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നതിന് മുമ്പ് വളരെ ശോചനീയമായ അവസ്ഥാവിശേഷത്തിലായിരുന്നു നമ്മുടെ അംഗനവാടികൾ. എന്തിനേറെ പറയുന്നു, തൊഴുത്തിനോട് ചേർന്ന ചെറിയ മുറികളിൽ വരെ അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടെ ഏതാണ്ട് 24 കുട്ടികളോളം 25ഓളം കുട്ടികൾ ഇവിടെ എത്തുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇത് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസ്ഥാപനമായി കാണുകയും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഈ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്ന് കാണുന്നതും ഏറെ സന്തോഷമുണ്ട്. 54-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട പന്തളം തെക്കേ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അവറുകൾ, അതുപോലെ തന്നെ നിവേദിയിലിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നൽകിയ ഏറെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ പ്രസാദ് അവറുകൾ, അതുപോലെ തന്നെ ഈ അംഗനവാടി കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായ ഡോക്ടർ രാജുനാരായണ സ്വാമി അവറുകൾ, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം ചെയ്ത റൂം പീറ്റർ, അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി വിദ്യാധര പണിക്കർ അവറുകൾ, അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ശ്രീകുമാർ സാർ അവറുകൾ, അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രിയ ജ്യോതികുമാർ, അതുപോലെ തന്നെ മെമ്പർമാര്, അതുള്ള ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് തന്നെ ഈ അംഗനവാടിയുടെ പ്രശ്നങ്ങൾ കാണുകയും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് കഴിവിന് പരമാവധി ഞാനും പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് അതിമനോഹരമായ ഒരു അംഗനവാടി കെട്ടിടം ഇവിടെ പണി കഴിപ്പിച്ച് നമ്മുടെ നാടിന്റെ കുട്ടികളുടെ വളർച്ചയ്ക്കും എല്ലാം ഉപകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇതിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സൂചിപ്പിച്ചതുപോലെ ചോർന്നൊലിക്കുന്ന ചില കെട്ടിടങ്ങളിൽ തറയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന കെട്ടിടങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുബാല്യങ്ങളെല്ലാം പഠിച്ചു വന്നത്. അപ്പോൾ അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അംഗൻവാടികൾക്ക് സ്വന്തമായി നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അന്ന് തയ്യാറാക്കിയ പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. അടുത്ത വർഷത്തോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്ന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ തുടക്കമാണ് അങ്കണവാടികളിൽ നിന്നും ആരംഭിക്കുന്നത്. അപ്പോ അങ്കണവാടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ തുടങ്ങുകയാണ്. അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണവും അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് അംഗൻവാടികളെ എല്ലാം സ്മാർട്ടാക്കുന്ന നിലയിലേക്ക് ഉള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായി വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഉണ്ടാവുകയാണ്. ഉദ്ഘാടനം ചെയ്യേണ്ടത് ഗുരുസ്ഥാനീയനായ ഒരു ആളെ കൊണ്ടാണ്. അത് പ്രഥമ ദൃഷ്ട്യ ഏറ്റവും വലിയ ഒരു മഹാനായ വ്യക്തിത്വമാണ് രാജീവനാരായണ സ്വാമി സാർ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഈ അംഗൻവാടിക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഈ അംഗൻവാടിയിലെ ഉദ്യോഗസ്ഥരുടെ ഒരു കൊച്ചു കാര്യം പറയുകയാണ്. ഇവിടെ ഒരു കൊച്ചു പൂന്തോട്ടം ഉണ്ടാക്കണം. അല്ല ഒരുപാട് പൂവൊന്നും വേണ്ട. നമ്മുടെ മുക്കൂറ്റി അല്ലെങ്കിൽ എന്താണ് കീഴാർനെല്ലി അതൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഇവിടെ ഒരു TV വേണം. അത് പഞ്ചായത്ത് എടുക്കാം. ഈ കുഞ്ഞുങ്ങളെ, ഈ കൊച്ചു കുട്ടികളിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 7 വയസ്സുള്ള ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞിന്റെ പാട്ട് കേട്ടു. പങ്കജ ഉദാസിന്റെ ഏറ്റവും പ്രശസ്തമായ ഗസൽ
ചിട്ടിയായി അവൻ ഒരു അരങ്ങ് തകർക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകർക്കൊപ്പം 7 വയസ്സിൽ അവരിലെ സംഗീതജ്ഞനെ കണ്ടെത്തിയ അവന്റെ അമ്മയാണ്. യേശുദാസിലെ സംഗീതജ്ഞനെ കണ്ടെത്തിയത് യേശുദാസിന്റെ അച്ഛനാണ്. അദ്ദേഹം ഭാഗവതരായാണ്. അപ്പം അതുകൊണ്ടൊക്കെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനെ കൊണ്ട് ഇവിടുത്തെ അധ്യാപകർ ഒക്കെ ശ്രമിക്കണം. ഞാൻ രാജീവനാരായണ സ്വാമി സാറിന്റെ അറിവിലേക്കൂടെ ഒരു കാര്യം പറയുകയാണ്. പണ്ട് ഇവിടുത്തെ പ്രാർത്ഥനാ ഗീതം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയ ഗാനം എഴുതിയ നാടാണ്, ആ കവിയുടെ നാടാണ്. അപ്പൊ ഞാൻ 1 മുതൽ 10 വരെ പഠിക്കുമ്പോഴും അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്ന സ്കൂളിലെ ഒരു സാറ് പോലും പറഞ്ഞിട്ടില്ല അഖിലാണ്ട മണ്ഡലം ഇവിടെയുള്ള പന്തളം KP രാമകൃഷ്ണൻ സാറാണ് എഴുതിയെന്നുള്ള ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അധ്യാപകർ ശ്രമിക്കണം. ഈ കുഞ്ഞുങ്ങൾ വലിയവരാകട്ടെ, അവരുടെ പ്രതിഭകളെ കണ്ടെടുത്ത് പ്രോത്സാഹിപ്പിക്കണം. അതിനുവേണ്ട എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഞാൻ അവസാനം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒറ്റ വാക്കൂടെ, ഞാൻ ഡോക്ടർ നാരായണസ്വാമിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സാറ് ഡമ്മി കഴിക്കുന്നുണ്ടായിരിക്കും കൊച്ചുനാളിലൊക്കെ. എത്ര ഓർമ്മശക്തിയാണ്. അപ്പോൾ ഈ സാറിനെ കുറിച്ചൊരു ചെറിയ കാര്യം EK നായനാർ പറഞ്ഞു. സാർ കിലയുടെ ഹെഡായിരുന്നു. അവിടെ ഒരു വലിയ പ്രശ്നം നടന്നു. പ്രശ്നം എന്താണെന്ന്, ഇത് നമ്മുടെ EK നായരുടെ മുന്നിൽ ചെന്നപ്പം പുള്ളി പറഞ്ഞു, നാരായണസ്വാമിയാണ്, ഓൻ ഇച്ചിരി ബുദ്ധി കൂടുതലാണെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ വളരെ EK നായനാർ ഒരു ഉദ്യോഗസ്ഥനെ പുകഴ്ത്തുന്ന ആളൊന്നുമല്ല. പേരെടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞു. അത് വലിയ വാർത്തയായിരുന്നു. എല്ലാ ആശംസകളും. നമസ്കാരം. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ നിന്ന് ദീർഘമായി എല്ലാവരും നല്ലപോലെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് ഈ അങ്കണവാടിയുടെ ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, അതിന് കുട്ടികളെ പരിചരിക്കുന്നവർ, ഇവരോടാണ് എനിക്ക് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ഈ 3 വയസ്സ് കഴിയുന്ന ഈ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിനും ഈ നാടിനും പ്രയോജനമുള്ളവരാക്കി തീർക്കത്തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണം. അതിന് ഒരു വീട് കഴിഞ്ഞാൽ വീട്ടിലെ അവരുടെ കുട്ടികളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് കൂടുതൽ സമയം നിങ്ങളുടെ അടുത്തോട്ടാണ് ഇന്ന് വരുന്നത്. ഈ പറയുന്ന 2-3 വർഷം അടുത്ത ക്ലാസ്സുകളിലേക്ക് അവർ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ നിമിഷങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുവാൻ, നല്ല രീതിയിലുള്ള അച്ചടക്കം അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ, എല്ലാ രീതികളിലും ഒരു നാടിന് ഒരു സംസ്കാര സമ്പന്നരായ വിദ്യാർത്ഥികളായി വളർന്നും സമൂഹത്തിന് പ്രയോജനപരമായി തീർക്കുവാൻ, അവരെ പ്രാപ്തരാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകളും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കെട്ടിടത്തിന്റെ ഉദ്ഘാടന സഭയുടെ അധ്യക്ഷൻ ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S. രാജേന്ദ്ര പ്രസാദ് അവറുകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവനാരായണ സ്വാമി IAS, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. ഈ നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഈ അംഗൻവാടി കെട്ടിടം ഇത്രയധികം മനോഹരമായി നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ജനപ്രതിനിധികളെയും ഇതിന്റെ ഉദ്യോഗസ്ഥരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുക ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നാടിന്റെ വികസനത്തിന്, വിദ്യാഭ്യാസപരമായ വികസനത്തിന് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ലോകാരാധ്യനായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനും ഈ സദസ്സിൽ എത്തിച്ചേർന്നത്. ഇതുപോലെയുള്ള ഒരു മഹാനുഭാവനെ ഇവിടെ ക്ഷണിച്ചു വരുത്തി നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാനും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനോട് അല്പം ചേർന്ന് നിൽക്കുവാനും അവസരമുണ്ടാക്കിയത് ഈ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് അവരെല്ലാം പ്രകീർത്തിക്കുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ അംഗൻവാടി കെട്ടിടത്തിന് ഒരുപാട് ചരിത്രമുള്ളതാണ്. ഈ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മുള്ളമ്മോളയിലെ അമ്മയും പരിയാരത്തെയും കല്ലുംപുറത്തെയും അമ്മമാരും അവരോടൊത്തു ചേർന്ന് പ്രവർത്തിച്ച ഒട്ടനവധി അമ്മമാരും, അവരെല്ലാം എനിക്ക് പേരറിയാം, സമയക്കുറവ് കൊണ്ട് അതൊന്നും പറയുന്നില്ല. അവരെ ഈ അംഗൻവാടിയും പ്രീ പ്രൈമറിയും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ
അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിന്, വനിതകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇവിടെ ആരംഭിച്ച ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അത് പിൽക്കാലത്ത് പഞ്ചായത്തിന് നൽകുകയും അത് ഈ തരത്തിൽ ഉയർന്നു വരുവാൻ പ്രാപ്തമാക്കുകയും ചെയ്തത് അവരുടെ മഹാനുഭാവമായ അവരുടെ പ്രവർത്തനമാണ്. അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഇതുപോലെയുള്ള ഒരു മഹത്തരമായ പ്രഭാഷണം കേൾക്കുവാൻ ഈശ്വരനെ അനുഗ്രഹിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങള് അവരുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായി വന്നു കയറുന്ന ഒരു ക്ഷേത്രമാണ് അംഗനവാടി. അവിടെ ആ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ സമൂഹത്തിന് മൂല്യവത്തായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ദിശാബോധമുള്ളതാക്കി മാറ്റി തീർക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ, അച്ചടക്കവും അതോടൊപ്പം തന്നെ അറിവും ഒരുപോലെ പകർന്നു നൽകേണ്ട ഒരു സ്ഥാപനം കൂടിയാണ് അംഗനവാടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ അംഗനവാടികൾക്ക് നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന, അതിന്റെ അന്തസ്സത്ത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് പത്തനംതിട്ടയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തോടുകൂടി തന്നെ, ഈ ഭരണസമിതി കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം, അതോടൊപ്പം തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം മാതൃകാപരമായ ഒരു ഭാഗമാണ്. ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചും അതൊരു ചാരിതാർത്ഥ്യജനകമായ സംഗതിയാണെന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് അംഗനവാടി എന്ന് പറയുന്നത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം എന്നതിനപ്പുറം നമ്മുടെ പ്രദേശത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഒരു പരിധിവരെ അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അപ്പൊ അത്രത്തോളം വളരെയധികം നമ്മുടെ സമൂഹത്തിൽ വളരെ ഗുണപരമായ മാറ്റങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന പല പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിക്കുന്ന അംഗനവാടിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും അത്രത്തോളം വലിയൊരു ഉത്തരവാദിത്തക്കാരന് നിർവഹിക്കാനുണ്ട്. ഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രസാദ് മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ അംഗനവാടി വർക്കറും ഹെൽപ്പറും അത്തരത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അംഗനവാടിക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഈ മേഖലയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.